ക്യാൻസർ രോഗം ഓരോരുത്തരിലും ഓരോ രീതിയിലാണ്. അതിൻ്റെ തരവും ഗ്രേഡും ഒക്കെ അനുസരിച്ച് അതിൻ്റെ സ്വഭാവം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഇത് പഠിക്കാൻ മുൻപൊക്കെ മൈക്രോസ്കോപ്പിനടിയിൽ പരിശോധനയിലൂടെയും ഇമ്മ്യൂണോഹിസ്റ്റോകെമിസ്ട്രിയിലൂടെയൊക്കെയാണ് നമ്മൾ ഇതിനെപ്പറ്റി ഗഹനമായി പഠിച്ചിരുന്നതെങ്കിൽ ഇക്കാലത്ത് കുറച്ചും കൂടെ ആഴത്തിൽ ഈ ട്യൂമറിനെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതിനെയാണ് ഈ പ്രിസിഷൻ ഓൺകോളജി എന്ന് പറയുന്നത്. ഇന്ന് പ്രിസിഷൻ ഓൺകോളജിയുടെ കാലമാണ്. എങ്ങനെയാണ് ഈ പ്രിസിഷൻ ഓൺകോളജി നടപ്പാകുന്നതെന്ന് ചോദിച്ചാൽ, ട്യൂമറിലെ DNA എടുത്ത് അത് പഠിച്ച് അതിലുണ്ടാകുന്ന ജനറ്റിക് ചേഞ്ചസ്, ജനിതക മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് സാധാരണ കോശങ്ങൾ അപേക്ഷിച്ചുള്ള മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിന് അനുസരിച്ചുള്ള ഒരു ചികിത്സ രൂപപ്പെടുത്തിയെടുക്കുന്നതിനെയാണ് പ്രിസിഷൻ ഓൺകോളജി എന്ന് പറയാം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾസ് വെച്ച് നോക്കുമ്പോൾ കൃത്യമായ ചികിത്സ ഒരു രോഗിക്ക് എങ്ങനെ നിർണ്ണയിക്കാൻ സാധിക്കും എന്നതാണ് പ്രിസിഷൻ ഓൺകോളജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രിസിഷൻ എന്ന വാക്കിനർത്ഥം കൃത്യം എന്നാണ്. അതുതന്നെയാണ് നമ്മൾ ലക്ഷ്യമിടുന്നതും. കൃത്യമായ ചികിത്സ ഓരോ രോഗിക്കും അവരുടെ ട്യൂമറിന് അതിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടുള്ള അതിലുണ്ടാകുന്ന ജനറ്റിക് ചേഞ്ചസ്, ജനിതക മാറ്റങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് രൂപപ്പെടുത്തിയെടുക്കുന്ന പ്രക്രിയയാണ് നമ്മൾ പ്രിസിഷൻ ഓൺകോളജി എന്ന് പറയുന്നത്. ഏതൊക്കെ രോഗങ്ങൾക്കാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രധാനമായിട്ടും ലങ് ക്യാൻസർ രോഗികളിലാണ് ഇത് ഉപയോഗിക്കുക. 2025 ലങ് ക്യാൻസർ രോഗികൾക്ക് ഇതില്ലാത്തൊരു ചികിത്സ ചിന്തിക്കാൻ കൂടി സാധിക്കില്ല. കാരണം അവർക്ക് ഈ ജനിതക മാറ്റങ്ങൾക്കനുസരിച്ച് കൃത്യമായ ചികിത്സാ രീതികൾ നിലവിലുണ്ട്. പലർക്കും കീമോതെറാപ്പി ചികിത്സയുടെ ആവശ്യം പോലും ഉണ്ടാകുന്നില്ല. ലങ് ക്യാൻസറിനെ കൂടാതെ വൻകുടൽ ക്യാൻസറിലും മെലനോമ, തൈറോയ്ഡ് ക്യാൻസർ എന്ന് വേണ്ട പലതരം ക്യാൻസറിലും ഈ ഒരു പ്രിസിഷൻ ഓൺകോളജി ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പല ന്യൂനതകൾ ഇതിനുണ്ടോയെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ പ്രധാന റീസൺ ഇതിൻ്റെ കോസ്റ്റാണ്. ഡെഫിനറ്റ്ലി പണ്ടൊക്കെ ലക്ഷങ്ങൾ വില വരുന്ന ഈ ടെസ്റ്റ് ഇന്ന് തുച്ഛമായ തുകയ്ക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നു. പക്ഷേ പേഷ്യൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഇത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നൊരു ടെസ്റ്റാണ്. അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിൽ നമുക്കത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടിയും വരുന്നുണ്ട്. അതിൻ്റെ ഒരു കോസ്റ്റാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. 2, ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടാനുള്ള ഒരു കാലതാമസമാണ്. 2 ആഴ്ച മുതൽ 3 ആഴ്ച വരെ കാലതാമസം ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് വരുന്നുണ്ട്. NGS, നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ് എന്നാണ് ഈ ടെസ്റ്റിൻ്റെ പേര്. പ്രിസിഷൻ ഓൺകോളജിയുടെ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫ്യൂച്ചറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു മേഖല കൂടിയാണ് പ്രിസിഷൻ ഓൺകോളജിയുടേത്. ഈ ടെക്നിക്കിൽ NGS ടെക്നിക്കിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുന്നു. ഓരോ ആശുപത്രിയിലും NGS ടെക്നിക്കൊക്കെ വരുന്ന ഒരു കാലത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. പ്രിസിഷൻ ഓൺകോളജി ഈസ് അബൌട്ട് ഗിവിങ് ദ റൈറ്റ് ഡ്രഗ് അല്ലെങ്കിൽ റൈറ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ ദ റൈറ്റ് പേഷ്യൻ്റ് അറ്റ് ദ റൈറ്റ് ടൈം എന്നാണ് ഞങ്ങൾ പറയുക. വളരെ സ്മാർട്ടും ചിലപ്പോഴൊക്കെ ഓവർ സ്മാർട്ടുമായ ക്യാൻസർ രോഗത്തെ തുരത്താൻ അതിലും കുശാഗ്ര ബുദ്ധിയോടുകൂടി നമ്മൾ നിലകൊണ്ടാലേ സാധിക്കത്തുള്ളൂ.